കേരളത്തിലെ ആരോഗ്യ മേഖലയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിൽ. യൂത്ത് ലീഗ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗഫൂർ കോൽക്കളത്തിൽ. ആശുപത്രികളിലെ ഉപകരണങ്ങൾ അടിക്കടി എലി കടിക്കുന്നതിനും കത്തുന്നതിനും പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഗഫൂർ കോൽക്കളത്തിൽ പറഞ്ഞു. ജില്ലാ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ എലി കടിച്ചതിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗഫൂർ കോൽക്കളത്തിൽ. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേതുൾപ്പെടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് ദുരൂഹതയിൽ തകരാറ് സംഭവിക്കുന്നത്. സൗജന്യമായി ലഭിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ പോലും സൂക്ഷിക്കുന്നില്ല. ജില്ലാ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ തകരാറിലായതിൽ ദുരൂഹതയും പ്രതികളും ഉള്ളതിനാലാണ് അന്വേഷണം മരവിപ്പിച്ചത്. ഡോക്ടർ ഹാരിസ് നടത്തിയത് കേരളത്തിലെ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. സ്വന്തം ഉത്തരം പറയുന്നതിൽ മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ലെന്നും ഗഫൂർ കോൽക്കളത്തിൽ പറഞ്ഞു. മാർച്ചിന് ശേഷം റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കി. ജില്ലാ പ്രസിഡന്റ് PM മുസ്തഫ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് നാരകത്ത്, ട്രഷറർ നൌഷാദ് വള്ളപ്പാടം, KPM സലീം, ഉനൈസ് മാരായമംഗലം, KM ഷിബു, നൌഫൽ കളത്തിൽ, മുനീബ് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കുകയുണ്ടായി. നിലവിൽ കേരളത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അതിന് മറുപടി നൽകി. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയപ്പോഴും പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെ കൃത്യമായ രാഷ്ട്രീയമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും ഒക്കെ ഭാഗത്തുണ്ടായി. എന്നാൽ ഡോക്ടർ ഹാരിസ്